തുടർച്ചയായി ഉണ്ടാകുന്ന ടിപ്പർ ലോറി അപകടങ്ങൾ സംബന്ധിച്ച് വിഴിഞ്ഞത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. അദാനി ഗ്രൂപ്പിന്റെ കരിങ്കൽ കൊണ്ടുപോകുന്ന ലോറികൾ നിരന്തരം അപകടമുണ്ടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചത്. ഓവർലോഡ് തടയുന്നതിനും ടിപ്പർ ലോറികൾ നിയന്ത്രിക്കുന്നതിനും ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പറഞ്ഞു. ഓവർലോഡിംഗ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ബോഡിയിനുള്ളിൽ നിലനിർത്താനും നിലവിലുള്ള നിയമപ്രകാരമുള്ള രീതിയിലുള്ള ടണ്ണേജ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അത് അവിടെ കൊണ്ടുവന്ന് ലോഡ് കയറ്റുന്ന സ്ഥലത്തിലും ഇവിടെ ഇറക്കുന്ന സ്ഥലത്തിലും പരിശോധന നടത്താൻ അത് ഉറപ്പുവരുത്താനും ആണ് ഇപ്പം നിലവിലുള്ള ഈ എൻഫോഴ്സ്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളും റെഗുലേറ്ററി സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുത്തത്. അതിന് ഇനി ഇതിനുള്ള കൃത്യമായുള്ള ഒരു മാർഗരേഖ അത് എന്താണ് പോലീസും ജില്ലാ ഭരണകൂടം കൂടെ ആലോചിച്ചിട്ട് ഒന്നിച്ച് തന്നെ വിത്തിൻ 2 ദിവസത്തിൽ തന്നെ അത് ഇറക്കും. അതുകൂടാതെ തന്നെ നമ്മൾ കുടുംബാംഗങ്ങളിലെ നഷ്ടപരിഹാരത്തിന് സംബന്ധമായ കാര്യത്തിനകത്തും കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ വൈകുന്നേരത്തോടെ തന്നെ ഇതിനു വേണ്ടി ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അദാനിനെ സംബന്ധമായുള്ള ഈ പോലീസ് ഇൻക്വയറി സംബന്ധമായ കേസസ് എല്ലാം അത് പോലീസ് തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അത് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് നഷ്ടപരിഹാര സംബന്ധമായ കാര്യം കൂടെ അതിനൊരു ഉടനെ തന്നെ ഇന്ന് തീരുമാനമാവും. അദാനി ഗ്രൂപ്പും സർക്കാരും ചേർന്ന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, MLA മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സമരം തുടരുമെന്നും അദാനി പോർട്ടിന്റെ വാഹനങ്ങൾ കടത്തിവിടില്ലെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകാതെ ടിപ്പർ ലോറികൾ ഓടുന്നത് അനുവദിക്കില്ലെന്ന് M. വിൻസെന്റ് MLA പറഞ്ഞു.